അങ്ങനെ ഉത്രാട സദ്യയൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോഴത്തേക്ക് നേരെ അങ്ങ് കുടുംബ വീട്ടിലോട്ട് പോകും. അന്ന് രാത്രി തൊട്ടൊക്കെ ഞങ്ങൾക്ക് ഓണം തുടങ്ങും. ആകെ മൊത്തം 8 ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. എല്ലാരും കൂടെ ഒരുമിച്ച് കുടുംബ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരുവോണം വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ തലേന്നേ വന്ന് ഉച്ചയ്ക്ക് സദ്യക്കുള്ളതും രാത്രിയിലത്തെ ഫുഡടിക്ക് വേണ്ടിയിട്ടുള്ളതുമായ സകല കാര്യങ്ങളും ചെയ്തു വെച്ച് ഒരു തകർപ്പം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. പിറ്റേന്ന് തിരുവോണ ദിവസം കുളിച്ചൊരുങ്ങി നല്ല സുന്ദരി മണികളായിട്ട് വീണ്ടും നേരെ അങ്ങ് കുടുംബ വീട്ടിലോട്ട് പോകും. നമ്മളെല്ലാരും ഒരുങ്ങിക്കെട്ടി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അമ്മമാരെല്ലാരും കൂടെ സദ്യയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഉച്ചക്കത്തെ സദ്യ അമ്മമാരുടെ വകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ടത്തെ പരിപാടി മൊത്തം അപ്പാമാരുടെ വകയാണ് കേട്ടോ. ഏകദേശം ഒരു കുഞ്ഞു നിശ്ചയം നടത്താൻ വേണ്ടിയിട്ടുള്ള 10-40 പേരിനകത്തുള്ള ആൾക്കാർ അന്നത്തെ ദിവസം അവിടെ കാണും. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നല്ല സന്തോഷമായിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകിട്ടത്തെ പരിപാടി അങ്ങ് തുടങ്ങും. തിരുവോണത്തിന്റെ അന്ന് രാത്രിയിലത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ കുറച്ചധികം സ്പെഷ്യലാണ്. ചീനിയും മീൻകറിയും ചിക്കനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു പൊളി പൊളിക്കും. അപ്പൊ പക്ഷേ പ്രത്യേകമായിരിക്കത്തില്ല, എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് കഴിക്കും. പിന്നെ അങ്ങോട്ട് ഡാൻസും പാട്ടും ഓണക്കളികളും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു ബഹളമായിരിക്കും. ഇതിന്റെ ഫുൾ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.